ഹലോ. ഒമാനിലെ മദ്ദ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ. അത് നിറയെ പാറക്കെട്ടുകളുള്ള സ്ഥലമാണ്. നീർച്ചാലുകൾ, പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള പാറക്കെട്ടുകൾ. വലിയ വലിയ പാറകൾ ഇങ്ങനെ തൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോഴാ അത് ഉരുണ്ട് താഴേക്ക് വീഴുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രയും ഡേഞ്ചറസ് പ്ലേസാണിത്. ഭയങ്കര സ്ഥലമാണ്. പേടിയാവും. പേടിക്കുന്നവർക്ക് പേടിയാണ്. അത്രയും പേടിയുള്ളൊരു സ്ഥലം. ഉരുണ്ട എത്രയോ കല്ലുകൾ വന്ന് വീണ സ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അപകടം ഉള്ള പതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതെന്ന് മാത്രമല്ല, വേറെ പല സ്ഥലത്തും പോയിട്ടും അവിടെയൊക്കെ ഇതേപോലുള്ളൊരു ഫീൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. പാറക്കെട്ടുകൾ നിറഞ്ഞ, ചുറ്റിലും കുത്തനുള്ള പാറക്കെട്ടുകൾ. റോഡുകളൊക്കെ പാറ തുരന്നുണ്ടാക്കിയില്ല. 5 തുരങ്കം കടന്നിട്ടാണ് ഈ ഒമാനിലേക്ക് എത്തിയത് തന്നെ. 5 നീളം കൂടിയ തുരങ്കം. അത് 2 വിധത്തിൽ തുരങ്കം. അങ്ങോട്ട് പോകുന്നതിനും ഇങ്ങോട്ട് പോകുന്നതിനും വേറെ വേറെ തുരങ്കങ്ങളിലൂടെ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ വരാറുള്ളത്. ഇവരെവിടെ പോവുകയാണെങ്കിലും എന്നെ കൊണ്ടുപോകും. പക്ഷേ ഞാൻ എവിടെ പോവുകയാണെങ്കിലും അവരെ കൊണ്ടുപോകാറില്ല. കാരണം എനിക്ക് കാറില്ല. ഞാൻ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയല്ലേ. അപ്പോൾ ഇവരെ ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. ഇവർ വിചാരിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞാൽ മരിക്കാൻ വരെ ഞാൻ തയ്യാറാവുന്നതാണ്. ഞാനും അതേപോലെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ മരിക്കാൻ പറഞ്ഞാൽ അവർ തയ്യാറാവും. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് പോയി വന്നപ്പോഴാണ് അവർക്ക് കഥ മനസ്സിലായത്. കാരണം അവരൊരു ചെണ്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നില്ല. കാരണം 10 കിലോൻ്റെ ചെണ്ട, 10 കിലോൻ്റെ ചക്ക. ഈ ചക്കയാണോ ഞാൻ കൊണ്ടുവരിക? എന്നെ സംബന്ധിച്ചിടത്തോളം ചെണ്ടയാണോ വലുത്, ചക്കയാണോ വലുത്? നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഞാൻ ചെണ്ട കൊണ്ടുവന്നില്ല, ചക്ക കൊണ്ടുവന്ന് അതിലവർ പിണങ്ങിയിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ നീ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ മാർഗം ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ട്. അപ്പം എനിക്കൊരു നാട്ടിൽ പോകാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട്. അവർ കാശൊക്കെ തന്നിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ചെണ്ട ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഞാനെന്ത് ചെയ്യാനാ? ഒരു നിവൃത്തിയില്ല. ഇനി പോയിട്ട് കൊണ്ടുവരണം. ഇനി അത് മാത്രമേ കൊണ്ടുവരൂ. വേറെ ഒന്നും പറ്റില്ല. 10 കിലോ ഇത് തന്നെ ഉണ്ട്, ചെണ്ട തന്നെ ഉണ്ട്.